ആ തനിക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ പറയാൻ വരുന്നത് എന്താന്നൊന്ന് പറയടോ. സാർ ടെൻഷൻ ആവരുത്. കണ്ടോ, ടെൻഷൻ ആക്കിയല്ലോ താൻ. അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പാവൂലേ? എന്താന്നാ ഒന്ന് പറ. ഇപ്പോൾ കിട്ടുമെന്ന് കരുതിയ ഒരു സാധനം പൊട്ടിത്തകർന്നു വീണു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതിലേക്കാണ് ഫ്ലാഷ് ബാക്ക്. 3 മണിക്ക് കരിഞ്ഞ തടവ് 200 രൂപ പിഴയായിപ്പോയി. മനസ്സ് പതറരുത്. സെക്കൻഡ് ഹാഫ് എന്തോ പെട്ടെന്ന് തൃപ്തിയല്ല പടം. ഒരു ഡ്രാമ ആയി പോയതാണോ? അതാണ് സംഭവം. ഇതാണ് അവസ്ഥ. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാർ ടെൻഷൻ ആവരുത്. അയ്യോ, ഇതിനൊരു ഒരു തമിഴ് പടം കാണുന്ന ഒരു ഫീല്. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ പരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. അങ്ങനെ ഭയങ്കര ലേസി ആയിട്ട് വിട്ടിട്ടുള്ള കുറെ സാധനങ്ങൾ. ഒരു പ്രോപ്പർ കണക്ഷൻ ഒന്നും എവിടെ നമുക്ക് കിട്ടുന്നില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഷാജി കാര്യം പറയുന്ന കണകുണ വർത്താനം പറയുന്നോട്ടോ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. നിന്റെ കാര്യത്തിൽ തീരുമാനം ഡബിൾ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോവൽ വായിക്കുമ്പോൾ ഡബിൾ മോഹൻ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ വരുമല്ലോ. ഇത് ഡബിൾ മോഹന്റെ ബോഡി ഡബിൾ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും പൃഥ്വിരാജ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒന്നാമത് അദ്ദേഹത്തിന്റെ ഹെയർ ചപ്ര വിഗ് വെച്ച പോലെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇദ്ദേഹത്തിന്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് വലിവുണ്ടല്ലോ, സൈഡ് പ്രൊഫൈലും സൈഡ് വലിവും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ അതില്ല. പക്ഷെ എന്നാല് എന്ത് അതൊക്കെ ഉണ്ട്. എന്നത്തിന് ഇതൊക്കെ പുള്ളി ഇടുന്നുണ്ട്. എന്തിന്? അവൻ കൈന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. എന്നിട്ട് പിന്നെ അങ്ങനത്തെ സീൻസ് വേണേ. പുള്ളിക്കൊരു പരിമിതി ഇല്ലേ? പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ. പുള്ളിക്ക് ചേരുന്നില്ലേ വേഷമൊന്നും. പുള്ളി പഴയ ചക്രത്തെ ചെയ്ത പോലെ തന്നെയുള്ള സാധനം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇതിപ്പോ നല്ല കോമഡിയാ. എനിക്കിഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. അല്ല, വീണ്ടും വിചാരം നിനക്ക് കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നു. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഒരു നടി. എന്റെ പൊന്നു മോനെ, എവിടെ പോണ്? വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. എന്തൊരു ചൊറി ക്യാരക്ടറുടേത്, എന്തൊരു ചൊറിയുടേത്. അവളുടെ അമ്മൂമ്മയുടെ കുറെ കണ്ടീഷൻസ് എനിക്കിവിടെ പേരെത്തങ്ങോട്ട് വരും. എന്റെ അമ്മോ, എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് കാലിയാണ് വന്നത് കണ്ടിട്ട്. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇതിലും വലുതല്ല വരാനുള്ളത്. സുനാമിയ നോക്കി വെച്ചോ, OTT ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോള് മേടിക്കാൻ പോകുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. തലക്കടിച്ചൊന്നും പറയില്ലടാ. തമാശരിക്കുള്ളൂ. അതായത് പുഷ്പ 2-ല് രശ്മിക മന്ദാന ചെയ്ത റോളിന്റെ പ്രോ ലെവൽ ഐറ്റവും അതിലും വലിയ രതി വൈകൃതങ്ങളും. മതി, രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. എന്തൊരു ചൊറിച്ച ക്യാരക്ടറുടെ അത്. ചൊറി. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. പറയാതിരിക്കാൻ നിവർത്തിയില്ല ഗൈസ്. ഈ പ്രേംവതയും പൃഥ്വിരാജും തമ്മിലുള്ള ഒരുമിച്ചുള്ള സീൻസ്, ഇന്റിമേറ്റ് സീൻസ്, അവരുടെ റൊമാൻറ്റിക് സീൻസ്, എന്റെ പൊന്നോ. ഡബിൾ മോഹനൻ ഡബിൾ ഉറപ്പിക്കല് പ്രേംവതയെ ചേർന്നിട്ട്. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്. പറഞ്ഞേക്കാം, പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. എല്ലാരും കൂടെ ശവത്തിൽ കുത്താടാ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. എന്റെ അവസ്ഥയോട് എന്റെ അവസ്ഥ. എനിക്ക് പടത്തിൽ ആ ഒരു ലവ് ട്രാക്കും അവരുടെ ആ ഒരു ബന്ധവും എന്തോ മലയും തേങ്ങ എനിക്ക് ഒരു വസ്തു കണക്ട് ആയില്ല സിനിമയില്. ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയൊന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? സിനിമയുടെ ഒരു വലിയ സമയം മുഴുവൻ ഈ ഡബിൾ മോഹൻ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമാണ്. അവൻ മരം മുറിച്ചോണ്ട് പോവാൻ, അവൻ ചന്ദന കടത്ത. എന്നിട്ട് അത് തന്നെ. അപ്പൊ അത് ഭയങ്കരല്ലേ എന്ന് പറയാം. അത്ര ആക്കി കളഞ്ഞു. അത് അവനൊരു അബദ്ധം പറ്റിയതാ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. പറയാൻ എനിക്ക് അർഹതയില്ല. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. ഓർക്കണം,
ഇതൊരു മാതിരി വേലിയായിരുന്ന പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ. ഞാൻ കൂടെ 3 മണിക്കൂർ